ലോകത്തെ ജന്തുക്കൾ, ഇക്കണ്ട പർവ്വതങ്ങൾ എല്ലാം ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യും, ദൈവത്തെ ആരാധിക്കുന്നു. മനുഷ്യരെ, ബാല, ജോസഫേ, ഏലിയാമേ, സാറാമേ, ആമിനക്കുട്ടി, ആയിഷക്കുട്ടി, നിനക്കും എന്തുകൊണ്ട് ആ അധിപതിയായ നാഥനെ ആരാധിച്ചുകൂടാ? ഓം സദേ സമസ്തേ, സർവ്വലോകാശ്രയായ, സർവ്വലോകങ്ങൾക്കും സർവ്വഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, നമ്മുടെ കണ്ണിന്റെ കെട്ടുനോട്ട പറയുന്ന, ഹൃദയത്തിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കുന്ന, നമുക്ക് വായും വെള്ളവും നൽകിയ സർവാധിനാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ തമ്പുരാൻ, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, ഈ 14 ലോകങ്ങളുടെയും തമ്പുരാൻ. ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, ഒരു ഗ്രാമത്തിന്റെ ദൈവമല്ല, ഒരു ഗോത്രത്തിന്റെ ദൈവമല്ല, അല്ല. ലോകഭൂപടത്തിൽ ഗുരുവായൂരപ്പനെ അറിയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? ലോകഭൂപടത്തിൽ വേളാങ്കണ്ണി മാതാവിനെ അറിയുന്ന എത്ര പേരുണ്ട്? ലോകഭൂപടത്തിൽ ഉള്ളാളം തങ്ങൾ അറിയുന്ന എത്ര പേരുണ്ട്? കാശ്മീരികൾക്കറിയുന്ന കുറെ പടച്ചോൻ. ദക്ഷിണാഫ്രിക്കയിൽ ചെന്നിട്ട് നിങ്ങളിവിടെ ഒരു ഉള്ളാളം, എന്തുള്ളാളം? എടുത്ത ഉള്ളാളം. ലോകഭൂപടത്തിൽ ഉള്ളാളത്തിന് ഒരു സൂചിപ്പട്ടിന്റെ സ്ഥാനം അല്ലേ? എന്നാൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ചെന്ന് നിങ്ങൾ ചോദിക്കുക, ഈ ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാനുണ്ടോ? അവനെ അറിയുമോ? ഞാൻ അറിയില്ല എന്ന് പറയോ? ഗുരുവായൂരപ്പൻ, നീ അറിയില്ലേ? നിങ്ങളുടെ ദൈവമാണ്. ആഹാ, നിങ്ങളുടെ ദൈവമാണ്. എനിക്കറിയില്ലല്ലോ, ഞാൻ അറിയില്ലല്ലോ. നേരെ മറിച്ച് ദക്ഷിണാഫ്രിക്കക്കാരനോട് പറ, സൂര്യനെ സൃഷ്ടിച്ച നാഥനുണ്ട്. വർഗീയതയില്ലാത്ത വിശ്വാസം. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ്, ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി ആമിനയുടെയും അബ്ദുള്ളയുടെയും പുത്രനായി ജനിക്കുന്നതിന് മുമ്പ്, യെരൂശലേം ദേവാലയത്തിൽ അർദ്ധരാത്രി യേശുക്രിസ്തു പൂജാതനാകുന്നതിന് മുമ്പ്, വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം സൂറത്ത് ഫസ്സിലത്ത് ഹാമീം സജദ 37-ാമത്തെ സൂക്തമാണ്. രാവ് ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, പകലോ അതും ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആ പകലും രാവും സൃഷ്ടിച്ച ഈ ബ്രഹ്മാണ്ഡത്തിന്റെ തമ്പുരാൻ, ആ നാഥന്റെ മുമ്പിലല്ലാതെ സൂര്യന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത്, ചന്ദ്രന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. എത്ര പ്രൗഢം, എത്ര ആശയഗംഭീരം, എത്ര അത്ഭുതകരമായ സിദ്ധാന്തം. അപ്പൊ മുസ്ലിമീങ്ങളെ, നമ്മൾ ആരാധിക്കുന്ന പടച്ച തമ്പുരാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും നാഥനാണ്, എല്ലാവരുടെയും തമ്പുരാൻ. അത്ഭുതമല്ലേ അത്? അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുമ്പോൾ അതിനർത്ഥം എന്താ അർത്ഥം? ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ കേമൻ എന്നാണ്. അല്ലേ? ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥൻ എത്ര ഉന്നതൻ! അതല്ലേ അതിന്റെ വർഗീയതയാണോ? ദേശീയതയാണോ? സങ്കുചിതമായ കലാപത്തിന്റെ ചിന്തകളാണോ? അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് മനുഷ്യരെ, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ, നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്. അതെ, നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്, ഏകോദര സഹോദരങ്ങളാണ്. അല്ലേ? ഐക്യപ്പെടേണ്ടവരാണ്. എന്തിനാ കൊന്നത്? എന്തിനാ വാളുകൊണ്ട് വെട്ടിയത്? എന്തിനാ നീ അവനെ കുത്തിയത്? നിന്റെ സഹോദരനല്ലേ? ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം. ബാന്ധവാ മാനവാ, അല്ലയോ മനുഷ്യരെ, സർവേ സ്വദേശാ ഭുവനത്രയം, ഈ ലോകം തറവാടാണ്, നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ അരുതേ, കൊല്ലല്ലേ എന്നാണ് ലോകത്തോട് പറയും. അല്ലേ? നിങ്ങൾ നോക്ക്, മനുഷ്യമതം എന്ന ഒരു പുസ്തകമാണ്. മനുഷ്യമതം ഇത് എഴുതിയിട്ടുള്ളത് പ്രൊഫസർ ടി.എം. പൈലി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത് വി.ആർ. കൃഷ്ണ അയ്യർ. കേരളത്തിന്റെ അനുഗ്രഹീതനായ, എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക ബോധത്തിന്റെ ശക്തനായ വക്താവ് വി.ആർ. കൃഷ്ണ അയ്യർ. വി.ആർ. കൃഷ്ണ അയ്യർ അവതാരിക എഴുതി ഈ പുസ്തകം, പ്രൊഫസർ എഴുതിയ ഈ പുസ്തകം, അതിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ അതിന്റെ ആമുഖം ഇങ്ങനെയാണ്: കണ്ടോടാ കണ്ടോടാ ഏവപ്പട കണ്ടോടാ, കണ്ടോടാ കണ്ടോടാ ഹിന്ദു ഐക്യം കണ്ടോടാ, കണ്ടോടാ കണ്ടോടാ യാക്കോബൈക്യം കണ്ടോടാ, കണ്ടോടാ കണ്ടോടാ മുസ്ലിം ഐക്യം കണ്ടോടാ. ഇന്നത്തെ ഇന്ത്യയിലെ ഒരു ചിത്രമാണ്
വിശ്വ ഹിന്ദു പരിഷത്ത്, വിശ്വ മുസ്ലിം പരിഷത്ത് അല്ലെ, ഓർത്തഡോക്സ് ഐക്യം അല്ലെ, എവിടെ മനുഷ്യന്റെ ഐക്യം, എവിടെ മാനവന്റെ ഐക്യം? നോക്കൊന്നിട്ട് അദ്ദേഹം പറയും, മനുഷ്യൻ പൊതുവായി ഒരേകദൈവ വിശ്വാസം ഉണ്ടായിരിക്കണം, മനുഷ്യരെല്ലാം ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകണം. അങ്ങനെയായാൽ ലോകത്തുനിന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് വലിയ അളവ് വരെ പരിഹാരം കാണാൻ കഴിയും. കേട്ടോ, എല്ലാവരും ആദമിന്റെ മക്കൾ. തുടർന്ന് അദ്ദേഹം പറയാം, കേട്ടോളൂ, അദ്ദേഹം പറയും, ലോകത്തിലെ 600 കോടി ജനങ്ങളും സ്വതന്ത്ര ചിന്താഗതിക്കാരായി ഇടനിലക്കാരില്ലാതെ ഒരു മതസമൂഹമായി തീർന്നാൽ അതെത്ര സുന്ദരമായിരുന്നേനെ. ലോകത്തിലെ മനുഷ്യരെല്ലാം ഒന്നിച്ച് സർവശക്തനായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിരുന്നു മനുഷ്യജീവിതം. ഇത് പൈലി പറയുന്നതാണ്. 70, 80, 100 കൊല്ലത്തോളമായി കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങും അല്ലേ. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 10-11 വചനങ്ങളാണ്. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. പർവ്വതം നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലേ. ആ നാഥൻ നമുക്ക് മഴ ചൊരിഞ്ഞു തന്ന നമ്മുടെ നാഥൻ, നമുക്ക് സൂര്യനെ സൃഷ്ടിച്ചു തന്ന നമ്മുടെ നാഥൻ, അതിന്റെ കിരണങ്ങളെ നമുക്ക് സംവിധാനിച്ചെന്ന നമ്മുടെ നാഥൻ, അളവറ്റ ദയാപരൻ, കാരുണ്യവാനായ തമ്പുരാൻ. ആ തമ്പുരാന്റെ അടിമകളാണ് ലോകത്തുള്ള മനുഷ്യരൊക്കെ അല്ലേ. ആ ദൈവത്തെ ആരാധിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഖബർ ആരാധന, ഖബർ പൂജ ഇസ്ലാമിലില്ല. ഖബറാളികളോടുള്ള പ്രാർത്ഥന കുരുത്തെളിവും ഇസ്ലാമിലില്ല, ഇല്ലേ, ഖുർആനിലില്ല. നിങ്ങൾ നോക്ക്, ഖുർആനിലെ 114 അധ്യായങ്ങളിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്ക്. മനുഷ്യർ ഖബറിൽ കിടക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയും അല്ലേ. ആ ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് ഖുർആൻ അല്ലേ. എന്നാൽ എവിടെയെങ്കിലും നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബർ കെട്ടിപ്പൊന്തിച്ച് ആ മഹാത്മാവിനോട് ആദരവ് കാണിച്ച് അവിടെ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിച്ച് അവിടെ പ്രാർത്ഥനകൾ നടന്ന് അവിടെ പച്ചക്കൊടികൾ ചാർത്തി അവിടെ കൊടിമരം ചാർത്തി അവിടെ ഖബർ മൂടുന്ന, ഖബറിൽ വിരിക്കുന്ന ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഒരു നബിയുമായി ബന്ധപ്പെട്ടോ ഒരു ഖബറുമായി ബന്ധപ്പെട്ടോ ഒരു പരാമർശമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു പണ്ഡിത ലോകത്തോട്. ഇല്ല. ഏതെങ്കിലും ഒരു നബിയുടെ ഡെത്ത് ഡേറ്റ് ആൻഡ് ബർത്ത് ഡേറ്റ് ഇത് രണ്ടുമുണ്ടോ ഖുർആനിൽ? ഇല്ല. എന്തുകൊണ്ടില്ല? ഒരു നബിയുടെ ബർത്ത്ഡേ ഖുർആനിലുണ്ടോ? ഇല്ല. ജനിച്ച ദിവസം? ഇല്ല. എന്തേ അല്ലാത്തത്? ഇസ്ലാമിൽ അത് പ്രാധാന്യമല്ല. മരണദിനം ഉണ്ടോ ഖുർആനിൽ? ഇല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം. CH മുഹമ്മദ് കോയ സാഹിബ് മർഹൂം, അദ്ദേഹത്തോട് സീതി സാഹിബ് മരിച്ചപ്പോ ഒരാൾ ചോദിച്ചു, അത് പൊതു അവധിയായി പ്രഖ്യാപിക്കുമോ? സീതി സാഹിബിന്റെ മരണ ദിവസം എല്ലാ വർഷത്തിലെയും പൊതു അവധിയായി പ്രഖ്യാപിക്കുമോ? CH മുഹമ്മദ് കോയ സാഹിബ് മുജാഹിദുകളിൽ നിന്ന് അല്പമൊക്കെ മതം പഠിച്ച ആളായി. സുന്നിയായിരുന്നില്ല എന്നർത്ഥം. ആ അർത്ഥത്തിൽ പാരമ്പര്യ സുന്നിയായിരുന്നില്ല. അതിന് അദ്ദേഹം നൽകിയ മറുപടി തങ്കലിപികളാൽ എഴുതി വെക്കണം നിങ്ങൾ ലോകത്ത് മുഴുവനും. അദ്ദേഹം പറഞ്ഞെന്നറിയോ? ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ലക്ഷക്കണക്കിന് മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് മഹാന്മാർ മരിച്ചിട്ടുമുണ്ട്. അവരുടെ ജനന ദിവസം അവധി കൊടുക്കുക, മരണ ദിവസം അവധി കൊടുക്കുക. എങ്കിൽ 365 കാലം പോരാ, ലക്ഷക്കണക്കിന് ദിവസങ്ങൾ വേണ്ടിവരും. അപ്പൊ ലോകത്ത് വർക്കിംഗ് ഡേ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവില്ല എന്ന്. അതിന് ഏറ്റവും പ്രായോഗികമായ ദർശനം ഇതാ മുജാഹിദ് പ്രസ്ഥാനം. ഞങ്ങൾ ഒരാളുടെ മരണദിനവും കൊണ്ടാടാറില്ല, ഒരാളുടെ ജനദിനവും. കാരണം എന്തറിയോ? ലോകം ആരംഭിച്ചിട്ട് ലോകം അവസാനിക്കുന്നവരെ കോടിക്കണക്കിന്